ഹലോ ഗൈസ്, അപ്പം പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ് ഫിലിം കണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഡയറക്ടർ ഡാൻ ട്രാച്ചൻബർഗ് എന്നാണ് ഈ ഡയറക്ടറിൻ്റെ പേര്. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഫിലിം ഞാൻ കണ്ടിട്ടുള്ളത് പ്രേ. അത് സെറ്റ് സിനിമയാണോ. അത് എൻ്റെ ആനിമ ഇറങ്ങി, അത് വേറെ ലെവല്. പ്രെഡേറ്റർ കില്ലേഴ്സ് ഓഫ് കിൽസ് എന്നാണ് സീരീസിൻ്റെ പേര്. അത് വേറെ റേഞ്ച് സാധനമായിരുന്നു. ഇങ്ങനത്തെ ഒരു പ്രെഡേറ്റർ ആനിമ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. അമ്മാതിരി ഒരു കിഡിലം ആനിമ ആയിരുന്നു അതും. ഞാൻ വെച്ചാൽ അതിൻ്റെ ബാക്കിയായിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. പക്ഷേ ഇത് ആബ്സല്യൂട്ട് ഒരു വേറെ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള ഒരു പ്രെഡേറ്ററാണ് കാണിച്ചിരിക്കുന്നത്. അതായത് പ്രെഡേറ്ററിന് ഇമോഷൻസ് കാണിക്കുന്നു, ഫാമിലി കാണിക്കുന്നു, സെന്റിമെന്റ് കാണിക്കുന്നു. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല സത്യം പറഞ്ഞാൽ ഈ പടത്തിന് പോയി. പ്രെഡേറ്റർ എന്ന് വെച്ചാൽ അങ്ങനെ ഇമോഷൻ ഒന്നും ഇല്ല. ആര് എതിർക്കാൻ വന്നാലും പുള്ളിക്കാരൻ ആരാണ് സൈസ് ഒന്നും നോക്കാതെ എതിർക്കുന്ന ഒരു സാധനം, ഒരു ക്രീച്ചർ അല്ലെങ്കിൽ മോൺസ്റ്ററാണ് പ്രെഡേറ്റർ എന്ന് പറയുന്നത്. അത് ആനയാവട്ടെ, കരടിയാവട്ടെ, ഏതൊരു മനുഷ്യൻ, ഏതൊരു ജീവിയോ, എന്തൊരു സാധനം ആയാലും എതിർക്കാൻ വന്നാൽ പുള്ളിക്കാരൻ നിന്ന് ഫൈറ്റ് ചെയ്യും. അതാണ് പ്രെഡേറ്ററിന്റെ ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതാണ് അതിന്റെ പുള്ളിക്കാരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അല്ലാതെ പുറകെ നിന്നുള്ള പരിപാടിയൊന്നുമല്ല. പിന്നെ ഇൻവിസിബിൾ ആയിട്ടൊക്കെ ഫൈറ്റ് ചെയ്യും. അത് സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് പ്രെഡേറ്ററിന്. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇത്. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർ കുറച്ച് ഫാമിലി ആയിട്ട് കാണിക്കുന്നു, സെന്റിമെന്റ് ആവുന്നു, ഇമോഷണൽ. പ്രെഡേറ്ററിന് ഇല്ലാത്തൊരു സാധനമാണ് ഇമോഷണൽ. അതിന്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നില്ല. പക്ഷേ ഈ ഡയറക്ടറിന്റെ പ്രേ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇമോഷണലും തേങ്ങയൊന്നും ഇല്ല. ഇമോഷൻ ഹ്യൂമൻസിന് മാത്രം ആ ഇമോഷൻ കൊടുത്തിട്ടുണ്ട്. പ്രെഡേറ്ററിന് അങ്ങനെയൊന്നും ഇല്ല. ഫ്രണ്ട് നിൽക്കണ നമ്മളുടെ അമ്മയോ മോനോ കൊച്ചോ ആരായാലും എതിർക്കം വന്നാൽ തീർത്ത് കളയും, സെക്കൻഡ് തീർത്ത് കളയും. അതാണ് സാധനം. പക്ഷെ പ്രേയിലെ സൗണ്ട് എഫക്ട്സ് ജില്ലായിരുന്നു കേട്ടോ, സെറ്റ് സൗണ്ട് എഫക്ട്സ് ആയിരുന്നു. പക്ഷെ ഇതിലെ സൗണ്ട് എഫക്ട്സ് ഒന്നും വലിയ എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഗുമ്മെന്നിരിക്കും പ്രേയിൽ. ഇതിലത്തെ ഒരു സുഖമില്ല സൗണ്ട് എഫക്ട്സ്. പിന്നെ പ്രെഡേറ്റർ ഇതിൽ ഈ സിനിമയിൽ ഭയങ്കര ഓവറായിട്ട് എന്തോ പറയാ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരു സുഖമില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റം അല്ല പ്രെഡേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എന്ന് നടക്കും, അപ്പം ഫേസ് ചെയ്യും. അതാണ് സാധനം. ഫോർ എക്സാമ്പിൾ അർണോൾഡിന്റെ ഐറ്റം ഉണ്ട്. അതാണ് ഫസ്റ്റ് സാധനം. അതിനെല്ലാം വേറെ ഒന്നും ഇറങ്ങിയിട്ടില്ല. അത് കണ്ടാ അറിയാം അത് എങ്ങനത്തെ ഒരു ഐറ്റം ആണെന്ന്. കാരണം അർണോൾഡിന് പോലും അതിനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അർണോൾഡ് പോലും അതിൽ കെണി വെച്ചാണ് അതിനെ പിടിച്ച് തള്ളിയിട്ടത്, അതിനെ ഡിഫീറ്റ് ചെയ്തത്. അപ്പം അത്രയ്ക്ക് ഒരു ബുദ്ധി, ഇന്റലിജന്റും ആണ്, ബുദ്ധി ഉണ്ട്. അങ്ങനെ ചുമ്മാ ഒന്നും കെണി വീണല്ല, അത് അറിയാം ഇങ്ങനെയാണെന്നുള്ളത്. അർണോൾഡ് വേറൊരു കെണി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ രീതിയിലാണ് ആ പ്രെഡേറ്ററിൽ ഇറങ്ങിയത്. 1987 ആ സമയത്ത് എങ്ങാണ്ടാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. അതിന് പ്രെഡേറ്റർ 2 ഇറങ്ങി. പ്രെഡേറ്റർ 2 ഇറങ്ങി എനിക്ക് തോന്നുന്നത് അത് 90 സംതിങ്ങിലാണ്. അത് അഭിനയിച്ചിരിക്കുന്ന ആളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡാനി ഗ്ലോവർ. അതായത് 2012 സിനിമയിൽ നമ്മുടെ അതിലത്തെ പ്രസിഡന്റായിട്ട് വരുന്നില്ല, പുള്ളിക്കാരാണ് അഭിനയിച്ചിരിക്കുന്നത്. അതും സാധനമാണ്, അതും കൊള്ളാം. അതും ഇതുപോലത്തെ പ്രെഡേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സിറ്റിക്കകത്ത് വരുന്ന പ്രെഡേറ്ററാണ്. മറ്റ് അർണോൾഡിന്റെ കാട്ടിലേക്ക് വരുന്നത്, സോൾജേഴ്സിന്റെ. ഇത് സിറ്റിയിൽ വരുന്ന പ്രെഡേറ്ററാണ് സെക്കൻഡിൽ കാണിക്കുന്നത്. അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രെഡേറ്ററാണ്. അത് വെൽ പ്ലാൻഡ് ആണ്. ഫൈറ്റ് ചെയ്യാൻ നേരത്തൊക്കെ ഒപ്പം വന്ന് അപ്പം നേരിടും, കൈയൊക്കെ അറ്റുപോവും, അതൊക്കെ ഹീൽ ചെയ്തു. ആ ഒറ്റ കൈ കൊണ്ടൊരു ഫൈറ്റ് ചെയ്യും പ്രെഡേറ്റർ. അത് ഒറ്റ കൈ കൊണ്ട്. പ്രെഡേറ്റർ 2 നിങ്ങൾ കണ്ടാൽ മതി, മനസ്സിലാവും. ഒരു കൈയിലുകൾ നിന്ന് ഫൈറ്റ് ചെയ്യും. ഒരു ഗതി ഇല്ലെങ്കിൽ ഒരു വഴി ഇല്ലെങ്കിലൊക്കെ വേറെ എന്തെങ്കിലും വഴി നോക്കത്തുള്ളൂ പ്രെഡേറ്റർ. അത്രയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യും. ആ പ്രെഡേറ്റർ 2 തന്നെ പ്രെഡേറ്ററിന്റെ കിങ്ങിനെ കാണിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോഴാണ് 1797 ആ ഗൺ, 1797 1791 ആ ഒരു ഗൺ എടുത്ത് ഇവർ കൊടുക്കുന്ന റിവാർഡായിട്ട് കൊടുക്കും ആ കിങ്. പ്രെഡേറ്റർ 2 നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതും കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 2004 ഏലിയൻ വേഴ്സസ് പ്രെഡേറ്റർ ഇറങ്ങി. ഫസ്റ്റ് പാർട്ട് കൊള്ളാം, ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമില്ല. സെക്കൻഡൊക്കെ പിന്നെ അങ്ങോട്ട് വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു, മൊത്തം വേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2010 ഒരെണ്ണം ഇറങ്ങി, പ്രെഡേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇറങ്ങിയായിരുന്നു. അത് അല്ല ആക്ട് ചെയ്തിരുന്ന ആളുടെ പേര് നമ്മളെ അഡ്രിൻ ബ്രോഡി. കിങ് കോങ്ങിലൊക്കെ ഉള്ള ആക്ടറാണ് പുള്ളിക്കാരൻ ആക്ഷനിലൊക്കെ സെറ്റാണ്. ലീൻ ബോഡിയൊക്കെ ഉള്ള സെറ്റ് സാധനമാണ്. അങ്ങേരതും സംഭവം കൊള്ളാം. അത് ഇതേപോലെ തന്നെ ബെൽറ്റ് ഇട്ട് ഈ ഒരു 7 ക്രിമിനൽസിനെ ഒരു കാട്ടിൽ, അതൊന്നും ബാക്ക് സ്റ്റോറി ഒന്നും കാണിക്കുന്നില്ല, കാട്ടിലേക്ക് അഴിച്ചു ഒരു കാടല്ല, അതൊരു വേറൊരു പ്ലാനറ്റിൽ അങ്ങെടുത്ത് ഇടുകയാണ്. ആ പ്ലാനറ്റിൽ മൊത്തവും വേറെ കുറേ ഇതേപോലത്തെ ക്രീച്ചേഴ്സും മോൺസ്റ്ററും, അതിൽ കുറച്ച് പ്രിഡേറ്റേഴ്സ് അതിനകത്ത് വരും. ആ പ്രിഡേറ്റേഴ്സ് വേറൊരു ഗ്യാങ് തന്നെ അതിനകത്ത് ഉണ്ടാവും.
അതിനെപ്പറ്റി പറയുന്ന ആ പ്രിഡേറ്റർ. പക്ഷെ അതിലും നല്ല കിടിലമായിട്ട് എടുത്തിട്ടുണ്ട്. ഫൈറ്റിംഗ് സീൻസ് എല്ലാം ഒന്നിനൊന്നും മെച്ചം. പിന്നെ 2018 ഇറങ്ങിയ പ്രിഡേറ്റേഴ്സ് ഉണ്ട്, ഇത് പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വായിക്കോളില്ല. പ്രിഡേറ്റർ നമ്മൾ ഫ്രണ്ട് ഒന്നിനെ അരിഞ്ഞ് കളയും. ഇതിലെന്ന് വെച്ചാൽ ഒരു ഗോർ 2018 ഇറങ്ങിയ പ്രിഡേറ്റേഴ്സ് ഒരു ഗോർ സീനോ, ഒരു ചക്ക മാങ്ങ തേങ്ങ, ഒരു പുല്ലിൽ നിറയ്ക്കുക, അതേപോലെ തന്നെ കളഞ്ഞു പോയി. സോ ഇതിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പ്രിഡേറ്റേഴ്സിലും ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത്രയ്ക്കില്ല. പ്രേയുടെ അത്രയില്ല. പ്രേയിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഫാസ്റ്റ് ടപ്പ 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 എന്ന കാര്യങ്ങൾ പോകണം. ഇതിൽ കുറച്ച് ലാഗ് ഉണ്ട്, വലിച്ചിങ്ങനെ ഇഴയ്ക്കും. ഇനി ഇതിന്റെ അടുത്ത പാട്ടിൽ ഇങ്ങനെ അടുത്ത പാട്ടും ഉള്ള വകുപ്പ് ഇട്ടിട്ടൊക്കെയാണ് നിർത്തുന്നത്. പോസ്റ്റ് ക്രെഡിറ്റ് സീനോ ഒന്നുമില്ല. പക്ഷേ പ്രിഡേറ്റേഴ്സിൽ കില്ലർ ഓഫ് കിൽസിൽ ആ ആനിമൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അർണോൾഡിനെയും പിന്നെ മറ്റേ പുള്ളിക്കാരനെയും പിന്നെ പ്രേയിലെ ആക്ടേഴ്സിനെയും കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ആനിമയിലായിരിക്കും മിക്കവാറും വരാൻ ഉദ്ദേശിച്ച ചാൻസ് എന്ന് തോന്നുന്നു പ്രിഡേറ്റർ. അതായത് പ്രിഡേറ്ററിനെ ആ ഒരാളെ കൊന്നവരെ അവര് ആ ബോഡി അവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഡെഡ് ഓർ അലൈവ് അത് അറിയത്തില്ല. മിക്കവാറും അലൈവ് ആയിരിക്കും വെച്ചിരിക്കുന്നത്, എന്തിനും ആവശ്യത്തിന് വെച്ചിരിക്കുന്നതായിരിക്കാം. ആ ഒരു രീതി അത് എന്താണെന്ന് ആ സീരീസ് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഇതിൽ അത്രയ്ക്ക് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ കുഴപ്പമില്ല, അങ്ങനെ അടിപൊളി പടം കൊള്ളാമെന്നും പറയുമ്പോൾ കുഴപ്പമില്ല. ചുമ്മാ കണ്ട് കിട്ടി. തിയേറ്റർ എക്സ്പീരിയൻസ് കാണാത്തതെന്ന് തോന്നുന്നു, എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. 3D എഫക്ട്സ് ഒന്നും അത്രയ്ക്കും ഇല്ല. ഒരു ആവറേജ് ആണ് എനിക്ക് തോന്നിയത്, ഒരു ആവറേജ് ആയിട്ട് കൊടുക്കാം. അല്ലാതെ എനിക്ക് വലിയൊരു ഹൈപ്പ് ഒന്നും എനിക്ക് സിനിമയിൽ തോന്നിയിട്ടില്ല. പ്രിഡേറ്റർ എന്തോടെ സംസാരിക്കുന്നത്, ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്, ഇമോഷണൽ എന്തിടെ പുല്ല് പാസ്സൊക്കെ കൊണ്ട് നല്ലോണം കയറി വരുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും എനിക്ക് തോന്നിയില്ല. ഒരു ക്രീച്ചർ സംസാരിക്കണ്ട, ഒന്നെങ്കിൽ സൈൻ ലാംഗ്വേജ് സംസാരിച്ചെങ്കിൽ പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പറയാം. ഇതിൽ അങ്ങനെയൊന്നുമില്ല. പ്രിഡേറ്റർ വേറെ ഒരു ജീവിനെ ഇണക്കി അതിനെ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ഇതിനകത്ത് എന്തിനടേ അത് വെപ്പൺസ് ഒന്നും ഇല്ലെങ്കിൽ 2 കൈ നിന്ന് ഫൈറ്റ് ചെയ്യും. അത് അർണോൾഡിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രിഡേറ്ററിനെ കണ്ട് ഫസ്റ്റ് അർണോൾഡിന്റെ പ്രിഡേറ്റർ നമുക്ക് മനസ്സിലാവും. പ്രിഡേറ്ററിനുള്ള എല്ലാ ക്വാളിറ്റി അതിൽ പറയുന്നുണ്ട്. പ്രിഡേറ്റർ 1ലും 2 കണ്ടാൽ മാത്രമേ പ്രിഡേറ്ററിന്റെ ഫുൾ ക്വാളിറ്റി അതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതിന്റെ പ്രിഡേറ്ററിന്റെ വീക്ക്നെസ്സും അതിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ ഇത് കുറച്ച് ഓവറായിപ്പോയി. വേറെ അങ്ങനെ അലമ്പൊന്നുമല്ല, കുഴപ്പമില്ല, കുറച്ച് ഓവറായിപ്പോയി. പെർഫോമൻസസും എനിക്ക് അധികം സാറ്റിസ്ഫൈഡ് അല്ല. ജനറേഷൻസ് കൊണ്ടുവരുന്ന റോബോട്ട് കൊണ്ടുവന്ന് ഇമോഷൻ കാണിക്കണം. എന്തിടെ ഇത് മറ്റേ ശങ്കറിന്റെ ചിട്ടി 2.0 മാലേരി. വെരി ബാഡ്. എനിക്ക് അത്രയ്ക്കൊന്നും എനിക്ക് കൂടുതലൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. വണക്കം.